ഭീഷണി ഫലിച്ചു എന്നാണ് ചോദ്യം. എന്റെ ഊഴമാണ്. നേരത്തെ സുജയ പറഞ്ഞതിന്റെ 3 വസ്തുതാപരമായ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഞാൻ എന്റെ ആർഗ്യുമെന്റിലേക്ക് വരാം. അതിലൊന്ന് മൊയ്തു താഴത്തിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മൊയ്തു താഴത്തിൽ 2021 പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, ഏഷ്യാനെറ്റിന് കൊടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിക്കാം. പ്രതിഫലം നൽകാതെ അതെ, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. കേൾക്കൂ, അസ്വസ്ഥപ്പെട്ടില്ലേ? CPM കൊലപ്പെടുത്തിയത് CPM പ്രവർത്തകരാണ് എന്ന ബോധ്യം തനിക്കിപ്പോഴില്ല. കലാകാരൻ എന്ന നിലയിൽ തന്നെ ഉപയോഗപ്പെടുത്തി പ്രതിഫലം നൽകാതെ കോൺഗ്രസ് വഞ്ചിച്ചുവെന്നും 8 കൊല്ലമായുള്ള കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കുകയാണെന്നും പറഞ്ഞത് ഇന്ന് താങ്കൾ പറഞ്ഞുവെന്ന് കോട്ട് ചെയ്ത് അതേ മൊയ്തു താഴത്താണ്. അതാണ് വസ്തുത ഒന്ന്. ഇനി രണ്ടാമത്തെ വസ്തുത, NIA-ക്ക് എന്തോ ഒരു പ്രത്യേകമായിട്ടുള്ള പ്രിവിലേജ് ഉണ്ട് എന്ന മട്ടിലാണ് സുജയ് പറഞ്ഞത്. NIA-യുടെ ചിഹ്നം ഉപയോഗിച്ചു, NIA-യുടെ പേര് ഉപയോഗിച്ചു. കേരള പോലീസിന്റെ ചിഹ്നം ഉപയോഗിച്ച തെറ്റല്ലേ? CBIയുടെ പേര് ഉപയോഗിച്ച തെറ്റല്ലേ? നിങ്ങൾ ED-യുടെ പേര് ഉപയോഗിച്ചാൽ തെറ്റല്ലേ? എത്ര സിനിമകളിൽ നമ്മൾ നാഷണൽ ഏജൻസികൾ ഉപയോഗിച്ചിരിക്കുന്നു. പ്രതിനായകനായും നായകനായും ഓരോ അന്വേഷണ ഏജൻസിയുടെയും കഥാപാത്രങ്ങൾ എത്ര സിനിമയുടെ തിരക്കഥകളിൽ വന്നു. അന്നൊന്നും ഇല്ലാത്ത ഇളക്കം എന്താ ഇപ്പൊ NIA-യുടെ കാര്യത്തിൽ മാത്രം? ED-യുടെ തലപ്പത്തിരിക്കുന്നയാൾ സഞ്ജയ് മിശ്ര ആയിരുന്നില്ലേ? അയാൾ ഇപ്പൊ ആരാ സുജയ? പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാ. ഏറ്റവും കൂടുതൽ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേസെടുത്ത സഞ്ജയ് മിശ്രയല്ലേ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ എക്കണോമിക് പ്രിൻസിപ്പൽ സെക്രട്ടറി? അയാൾ നായകനോടൊപ്പം നടക്കുന്നു എന്നുള്ളതിന്റെ കൃത്യമായുള്ള ചിത്രീകരണമല്ലേ സിനിമയിൽ നടക്കുന്നത്? ഇന്റലിജൻസ് ബ്യൂറോയിലെ ഉദ്യോഗസ്ഥനല്ലേ കൂടെ നടക്കുന്നത്? ഇത് സ്വാഭാവികമല്ലേ? എങ്ങനെയാണ് രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ പാളിപ്പോകുന്നതായിട്ട് നമ്മൾ കാണുന്നത്? ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ 2 വസ്തുതാപരമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, മോഹൻലാലിനെ ഉപയോഗപ്പെടുത്തുകയാണ് പൃഥ്വിരാജ് എന്ന് പറഞ്ഞു. അസംബന്ധമാണ്. മോഹൻലാലിന് അങ്ങനെ അഭിപ്രായമില്ല എന്ന് മാത്രവുമല്ല, മോഹൻലാൽ ഈ സിനിമ പ്രിവ്യൂ കണ്ടിട്ടുണ്ട് എന്ന് പരസ്യമായി തന്നെ സിനിമയുടെ ലോഞ്ചിങ് വേളയിൽ പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. അപ്പോൾ മോഹൻലാൽ പ്രിവ്യൂ കണ്ടിട്ടില്ലെന്നും മോഹൻലാലിനെ ചതിച്ചു എന്നുള്ള ലൈൻ എന്ന് പറയുന്നത് ഒരു മേജർ റിവ്യൂ ലൈനാണ്. ആ മേജർ റിവ്യൂ ലൈൻ എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. അത് മല്ലിക സുകുമാരൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതും താൻ സംവിധാനം ചെയ്യാത്ത, താൻ ഭാഗമല്ലാത്ത ഒരു സിനിമയുടെ കാര്യത്തിൽ അങ്ങോട്ട് കയറി ഇടപെട്ട് അതിനെ കൊളമാക്കിയതും ഇതിനെ ഇത്രമാത്രം ആ രീതിയിൽ മലീമസമാക്കിയതും ഈ പറയുന്ന മേജർ റിവ്യൂ ആണ്. ഫ്രം സോഴ്സസ് ഐ സേ ഇതിനെ ഇത്രയും അധികം രാഷ്ട്രീയവൽക്കരിച്ചതിന് പിന്നിൽ ആ മാന്യന് ഒരു പ്രത്യേക റോളുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതാണ് 3 പ്രധാനപ്പെട്ട വസ്തുതാപരമായ കാര്യങ്ങൾ. ഇനി ആർഗ്യുമെന്റിലേക്ക് വന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇതൊരു നവഫാസിസത്തിന്റെ ഇന്ത്യൻ പതിപ്പാണ്. ഇതിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഏജൻസിയുടെ സാന്നിധ്യം അവിടെ നമുക്ക് ആവശ്യമില്ല. ഇറ്റലിയിൽ ബെനിറ്റോ മുസോളിനിയും ജർമ്മനിയിൽ ഹിറ്റ്ലറും സ്പെയിനിൽ ഫ്രാങ്കോയും ഒക്കെ അവരവരുടേതായിട്ടുള്ള ഫാസിസ്റ്റ് രൂപങ്ങളെ കൊണ്ടുവന്നത് സ്റ്റേറ്റിന്റെ ഏജൻസിയോട് കൂടിയാണ്. അവിടെ ഒരു പട്ടാളം ഉണ്ടാവും, അവിടെ സ്റ്റേറ്റിന്റെ പേട്രണേജ്, ഭരണകൂടത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയുണ്ടാവും. എന്നാൽ ഇന്ന് നമ്മളുടെ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് മിനിയേച്ചറിന് അഥവാ നവഫാസിസ്റ്റ് സ്വഭാവത്തിന് സ്റ്റേറ്റിന്റെ പാട്രണേജ് ആവശ്യമില്ല. അത് സ്വയം പ്രവർത്തനക്ഷമമായ ഒരു ഫാസിസ്റ്റ് സമൂഹമായി നമ്മളിൽ പലരും മാറുന്നു എന്നതിന്റെ തെളിവാണ് ഇന്നിപ്പോൾ ആ ഭയം ജനിപ്പിക്കുന്നത്. അത് ഉംബർട്ടോ ഇക്കോ 1990 തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഫാസിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിലൊന്ന്, നവഫാസിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിലൊന്ന് വിമർശനങ്ങളോടുള്ള വല്ലാത്ത അസഹിഷ്ണുതയും ആ അസഹിഷ്ണുതയിൽ നിന്ന് വിയോജിപ്പുകളെ വിദ്രോഹമായിട്ട് കണക്കാക്കുകയും ചെയ്യുന്നതാണ് എന്ന് ഉംബർട്ടോ ഇക്കോ എഴുതിയിട്ടുണ്ട്. ഈ ഒരു ഫാസിസത്തിൽ ആ ലക്ഷണങ്ങളോട് കൂടി ഒരു സമൂഹമായി നമ്മൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ സ്റ്റേറ്റ് വേണ്ട, പോലീസ് വേണ്ട, അവിടെ ഏതെങ്കിലും കോടതി വേണ്ട, ഒരു സ്ഥലത്തും നിങ്ങൾ ഈ പരാതി ഫയൽ ചെയ്യേണ്ട. പക്ഷേ പകരം ഭയത്തെ നിരന്തരം പ്രതിഫലിപ്പിച്ചുകൊണ്ട്, ഭയത്തെ നിരന്തരം സൃഷ്ടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അവിടെ നിങ്ങൾക്ക് ശബ്ദിക്കാൻ പോലും മടിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. ഞാൻ ധ്രുപദ് എന്ന് പറയുന്ന ഒരു കൗമാരക്കാരന്റെ കവിത നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഭയം എന്നൊരു കവിതയുണ്ട്. ആ കവിതയിലെ അവസാനത്തെ 2 വരി മാത്രം പറയാം. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അന്തരീക്ഷം എന്താണ് എന്ന ചോദ്യത്തിന് ഈ ധ്രുപദിന്റെ കവിതയിലെ 4 വരികളാണ്. ഭയം ഒരു രാജ്യമാണ് എന്നാണ്, അവിടെ നിശബ്ദത ഒരു ആഭരണമാണ് എന്നാണ്. ഇന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. ഭയം ഒരു രാജ്യമായി തന്നെയായി മാറുകയും ആ രാജ്യത്തെ ആഭരണമായി അവിടെ നിശബ്ദത മാറുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് പ്രവർത്തനക്ഷമമായ ഒരു ഫാസിസ്റ്റ് സമൂഹമായി നമ്മളിൽ പലരും മാറുന്നു. അതുകൊണ്ടാണ് സുജയ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഓർഗനൈസറിൽ ചോദിക്കുന്നത്, BJP-കാർ ചോദിക്കുന്നത്, ഞങ്ങൾ ആരെങ്കിലും നിങ്ങളടുത്ത് ഇത് എഡിറ്റ് ചെയ്യാൻ പറഞ്ഞോ? ഞങ്ങൾ ആരെങ്കിലും നിങ്ങളോട് റീസൺസ് ചെയ്യാൻ പറഞ്ഞോ? പറയേണ്ടെന്നേ. ആ സമ്മർദ്ദവും ആ ഭീഷണിയും നമ്മുടെ സമൂഹത്തിൽ ഒരു നിഴലായി അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. ഇത് സമൂഹത്തിൽ സ്വയം പ്രവർത്തനക്ഷമമായ ഒരു മെഷീനായി പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞത്, ഇന്ന് നിർമാല്യം പോലൊരു സീൻ എടുക്കാൻ കഴിയില്ല. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പല ഗ്രന്ഥങ്ങളും ഇന്നിപ്പോൾ ആ രീതിയിൽ എഴുതാൻ കഴിയില്ല. അതിന് തലക്കെട്ടിടാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ആ രീതിയിലേക്ക് നമ്മളുടെ സമൂഹം മാറുന്നുണ്ടെങ്കിൽ അത് അത്യന്തം അപകടകരമായ ഒരു കാര്യമാണ്. അത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് അംഗീകരിക്കാനാവാത്ത ഒരു കാര്യം തന്നെയാണ്.
ചരിത്രത്തെ ഭയക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഈ സിനിമയ്ക്കെതിരെ പോർവിളിയുമായി രംഗത്തിറങ്ങിയത്. നേരത്തെ സുജയ പറഞ്ഞല്ലോ, ഇതുകൊണ്ടുണ്ടായ ലാഭം സിനിമാ നിർമ്മാതാക്കൾക്കുണ്ട്. നിർമ്മാതാക്കൾക്ക് ലാഭമുണ്ട്. എന്റെ ചോദ്യം, ഓർഗനൈസർ എത്ര ലേഖനമാണ് എഴുതിയത്? ഓർഗനൈസർ 3 ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് ഈ എംപുരാൻ എന്ന സിനിമയെക്കുറിച്ച്. ലാഭം ഉണ്ടാക്കി കൊടുത്തത് ഇന്നലെ 2, ഇന്ന് 1, മൊത്തം 3 ലേഖനങ്ങളാണ്. 3 ലേഖനങ്ങൾ എഴുതി കൊടുത്ത ഓർഗനൈസറാണോ സിനിമയ്ക്ക് ലാഭം ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചത്? അതേപോലെ ക്രിസ്ത്യൻ സമുദായത്തെക്കുറിച്ച് ചേർത്ത് വിളിച്ചിരിക്കുക. ഞങ്ങൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് ഭയപ്പെടുത്തിയിട്ട് ഭയപ്പെടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഓർഗനൈസർ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഓർഗനൈസർ എഴുതുന്ന വരികൾ എന്താണെന്ന് ആലോചിച്ച് നോക്കണം. ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള വരികളാണ് ആ വരികളിലൂടെ വായിച്ചാൽ മനസ്സിലാവുന്നത്. ആ സിനിമയിൽ എന്താ ചിത്രീകരിച്ചിരിക്കുന്നത്? ആ നായകന്റെ കഥാപാത്രത്തെ തീവ്രവാദ കഥാപാത്രമായിട്ടല്ലേ ചിത്രീകരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ മലയാള സിനിമ ദേശവിരുദ്ധരെന്ന് വിളിക്കുന്നു. അർബൻ നക്സൽ എന്ന് അതിനെ തുടർന്ന് കേരളത്തിൽ വിളിക്കുന്ന നേതാവാണ് അർബൻ നക്സൽ. പൃഥ്വിരാജിനെ ഭയക്കുന്ന മനസ്സിലാക്കാം, പൃഥ്വിരാജിന്റെ ഭാര്യയെ ഭയക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. സംവിധായകന്റെ ഭാര്യയെ കൂടി അവരെ നിഷ്കളങ്കയാക്കല്ലേ. അവരൊരു പോസ്റ്റ് ഇട്ടിരുന്നു, ആളറിഞ്ഞ് കളിക്കണ എന്ന് പറഞ്ഞ് പ്രകോപന പോസ്റ്റ്. സിനിമയുമായി ബന്ധപ്പെട്ടതേ അല്ല സുജി. ഈ സിനിമയുടെ മുൻപുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി ഭയക്കുക, അതും ഏതെങ്കിലും അതാണ് എന്നേ നമുക്ക് ഇവരോടൊക്കെ പറയാനുള്ളൂ. തരത്തിപ്പോയി കളിക്കും. സുപ്രിയ എന്താണ് പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു എന്ന് പറയുന്നത് പോലെ സുപ്രിയടുത്തല്ല പരാക്രമം വേണ്ടത്. ഡിബേറ്റ് ചെയ്യാനുള്ള ശേഷിയുണ്ടോ? കൗസർ ബാനു എന്ന് പറയുന്ന സ്ത്രീയെ കുറിച്ച് ഈ സിനിമയിൽ എഡിറ്റ് ചെയ്ത് മാറ്റിയ ചിത്രങ്ങൾ, അത് കൗസർ ബാനു എന്ന് പറയുന്ന 9 മാസം ഗർഭിണിയായ പെൺകുട്ടിയെ, സ്ത്രീയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് സീന വെട്ടിമാറ്റാൻ പോകുന്നത് കൗസർ ബാനു സാങ്കല്പികമാണോ? കൗസർ ബാനുവിന്റെ ഭർത്താവിന്റെ പേര് ഞാൻ പറയട്ടെ, ഫിറോസ് പറഞ്ഞെന്താണെന്നറിയാമോ? 10 വർഷത്തിനു ശേഷം ഞാൻ സംസാരിക്കുകയാണ്, എന്റെ ഭാര്യയെ അവർ എങ്ങനെയാ ക്രൂരമായി റേപ്പ് ചെയ്തിട്ട് വയറ് പിളർന്ന് അതിൽ നിന്ന് ഭ്രൂണം പുറത്തേക്കെടുത്തു അവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫിറോസാണ് സ്വന്തം ഭർത്താവ് പറയാണ്. 10 വർഷത്തിനു ശേഷം കൗസർ ബാനു എന്നാണ് പേര്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കോ, നിങ്ങൾ പോയി പഠിച്ചു നോക്ക്. നരോദ പാട്യ മാസക്കറിൽ സംഭവിച്ചത് എന്താണെന്ന് അക്കമിട്ട് പറയും. ചരിത്രമല്ലേ സുജിയ? ഗോദ്രയിലെ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയുടെ കണ്ടുപിടുത്തം എന്താ ഫൈൻഡിങ്? ഗോദ്രയിൽ തീ കൊളുത്തിയത് ഫോറൻസിക് സയൻസ് ലബോറട്ടറി RL ദഹിയ എന്ന് പറയുന്ന FSLന്റെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു കൊടുത്ത റിപ്പോർട്ട് എന്താ? ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നു, റിപ്പോർട്ടിന്റെ ജനലിന്റെ താഴോട്ടുള്ള ഭാഗത്ത് തീ പടർന്നിട്ടില്ല. അതിന്റെ അർത്ഥം അത് പുറത്തുനിന്ന് ഒഴിച്ചിട്ടുള്ളതല്ല, ഉള്ളിൽ നിന്നാണ് തീ പടർന്നിരിക്കുന്നത് എന്നുള്ളതല്ലേ ഗോദ്ര കമ്മീഷന്റെ ഭാഗമായി ഗോദ്രയിൽ സമർപ്പിച്ചിരിക്കുന്ന ഗുജറാത്ത് സർക്കാർ നിയോഗിച്ചിരിക്കുന്ന FSL പറയുന്നത്. നാനാവധി കമ്മീഷൻ റിപ്പോർട്ട് കൂടി വായിക്കണം. ഫോറൻസിക് സയൻസിൽ അല്ല, നാനാവധി കമ്മീഷൻ റിപ്പോർട്ടിൽ വിശദമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതല്ല, ഫോറൻസിക് റിപ്പോർട്ട് അടക്കം. താങ്കൾ ഇങ്ങനെ മണ്ടത്തരം പറയല്ലേ? മണ്ടത്തരമാണ് പറയുന്നത്. താങ്കൾ മണ്ടത്തരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഫോറൻസിക് റിപ്പോർട്ടിനെ സുജയ നിഷേധിക്കുന്നുണ്ടോ? ഫോറൻസിക് റിപ്പോർട്ടിനെ നിഷേധിക്കുന്നു എന്ത് പറഞ്ഞാലും നിഷേധിക്കുന്നുണ്ടോ? ഇല്ലേ? നാനാവധി കമ്മീഷൻ റിപ്പോർട്ട് താങ്കൾ പോയി വായിച്ചു നോക്കൂ, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. ഞാനത് വായിച്ചിട്ടാണ് പറഞ്ഞത്. നാനാവധി കമ്മീഷൻ റിപ്പോർട്ടിൽ FSL എല്ലാം ഉണ്ട്. നാനാവധി കമ്മീഷൻ റിപ്പോർട്ട് പോയി വായിച്ചു നോക്കൂ, അപ്പോൾ താങ്കൾക്ക് മനസ്സിലാവും. അല്ലാതെ പുറത്തു നിന്നുള്ളതെന്നല്ല, അതിനുള്ളിലേക്ക് ഒരു ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള നാനാവധി കമ്മീഷൻ റിപ്പോർട്ട് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. ഞാനത് പറയാം. അല്ല, നാനാവധി കമ്മീഷൻ റിപ്പോർട്ട് ഞാൻ പറയാം. നാനാവധി കമ്മീഷൻ റിപ്പോർട്ടോ അല്ലല്ല, FSL റിപ്പോർട്ട്. നാനാവധി കമ്മീഷനാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഫൈൻഡിംഗ് നടത്തിയത് ദഹിയുടെ നേതൃത്വത്തിലുള്ള FSL ആണ്. ഗോദ്രയിൽ എന്താണ് സംഭവിച്ചത്? സുപ്രീം കോടതി പറഞ്ഞു. ഹൈക്കോടതി തള്ളിയ ഒരു റിപ്പോർട്ട് കോട്ട് ചെയ്യുന്നു. എവിടെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? താങ്കൾ ഇങ്ങനെ അച്ചടി വടിയോട് കൂടി കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളം വിശ്വസിക്കുന്ന കാലം കഴിഞ്ഞു. വസ്തുതകൾ പറയുമ്പോൾ പൊള്ളില്ല. കേരളം താങ്കൾ പറയുന്നത് കണ്ണടച്ച് കാലം കഴിഞ്ഞു. കൗസർ ബാനുവിനെ താങ്കൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഫിറോസിനെ താങ്കൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഈ ഇസ്ലാമിക തീവ്രവാദികളാണ്, അവർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സിനിമയിലെ കൗസർ ബാനു എന്ന് പറയുന്ന കഥാപാത്രത്തെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ഭാഗം വെട്ടിമാറ്റിയതുകൊണ്ട് കൗസർ ബാനു ഇല്ലാതാവുന്നില്ല, കൗസർ ബാനുവിന്റെ ഭർത്താവ് ഇല്ലാതാവുന്നില്ല, കൗസർ ബാനുവിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്കെടുത്ത പ്രായം തികയാത്ത ഭ്രൂണം ഇല്ലാതാവുന്നില്ല, ചരിത്രമില്ലാതാവുന്നില്ല. നിങ്ങൾക്ക് ചരിത്രത്തെ വെട്ടിമുറിച്ച് പറയാൻ നാണമില്ല. കഴിഞ്ഞിട്ട് സുജയ്ക്ക് തർക്കിക്കാം. ഇനി രണ്ടാമത്തെ ഭാഗം, ബിൽക്കിസ് ബാനുവിന് ഗർഭിണിയാകുന്ന സമയത്ത്, റേപ്പ് ചെയ്യപ്പെടുന്ന സമയത്ത് 5 മാസമാണ് ഗർഭിണി. 5 മാസമാണ് അവരുടെ ശരീരത്തിൽ ഒരു കുഞ്ഞു വളരുന്നത്. അവരോടൊപ്പം പ്രായമായ 3 വയസ്സുള്ള കുഞ്ഞിനെ അല്ലേ എങ്ങനെയാ കൊന്നത്?
തലക്കടിച്ചിട്ട് താഴേക്കെടുത്ത് പാറയിലടിച്ച് കൊല്ലുകയാണ്. എത്ര പേരാ പ്രതികൾ? 11 പേർ. ആ 11 പ്രതികളെയും കാലാവധി പൂർത്തിയാക്കാൻ മുമ്പ് പുറത്തിറക്കാൻ വേണ്ടി ഒരു അഡ്വൈസറി കമ്മിറ്റി ഒരു ശുപാർശ കൊടുത്തില്ലേ? അതിലുണ്ടായിരുന്ന BJP MLA യുടെ പേരെന്താ? KL റൗൾജി. BJP MLA. നോക്കൂ, ആ സീനുകളാണ് വെട്ടിമാറ്റപ്പെടുന്നത്, ഇവരുടെ സാന്നിധ്യമാണ് വെട്ടിമാറ്റപ്പെടുന്നത്. ഇത് കേരളം ചർച്ച ചെയ്യുന്നതിനെ ഭയക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ധ്രുവദിന്റെ കവിത ചൊല്ലിയത്. ഭയം ഒരു രാജ്യമായി മാറുന്നു. ആ രാജ്യത്ത് നിശബ്ദത ഒരു ആഭരണമായി മാറുന്നു. ആ നിശബ്ദതയുടെ ഭാഗമായി ഇതേപോലെ അർബൻ നക്സലേറ്റ് വിളികൾ ഉയരുന്നു. ആ വിളികളെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഭയക്കേണ്ടത്. ഇനി നാളെ ഇങ്ങനെയൊരു സിനിമയുടെ ചിത്രീകരണത്തിന് ഇങ്ങനെയൊരു സീൻ എഴുതാൻ ആരെങ്കിലും മുതിരുമോ? ഏതെങ്കിലും ഒരു കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അതിന്റെ സത്യാവസ്ഥ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചിത്രം പുറത്തിറങ്ങുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഇവിടെ ഇതേപോലെ പോർവിളികളുമായി വന്നാൽ, ഇതേപോലെ ഭയപ്പെടുത്തലുകളുമായി വന്നാൽ, അതുകൊണ്ട് എന്റെ ഇതിനകത്തുള്ള വളരെ വിനീതമായിട്ടുള്ള സബ്മിഷൻ, യഥാർത്ഥത്തിൽ ഇത് നമ്മളുടെ എല്ലാവരുടെയും ഒരു പരാജയമായി മാറുകയാണ്. നമ്മളെല്ലാവരും ആ നവഫാസിസ്റ്റ് സമൂഹത്തിന്റെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ നമ്മൾ കേരളം ഒന്നടങ്കം നിന്നിട്ടും, പ്രതിപക്ഷ നേതാവും അതേപോലെ മുഖ്യമന്ത്രിയും ഒന്നടങ്കം നിന്നിട്ടും ഈ സിനിമയുടെ റീസെൻസറിങ് വേണമെന്ന് സ്വമേധയാ തീരുമാനിച്ച ആ മനുഷ്യരുടെ, ആ നിർമ്മാതാക്കളുടെ ഭയമുണ്ടല്ലോ, ആ ഭയം എന്നെ യഥാർത്ഥത്തിൽ ഭയപ്പെടുത്തുന്നുണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ. അതുകൊണ്ട് ഒരുപക്ഷെ അവരുടെ നിവൃത്തികേടാവാം, സാമ്പത്തിക ബാധ്യതയാവാം, അല്ലെങ്കിൽ ഇനിമേൽ അവർക്ക് മേൽ വരാൻ പോകുന്ന വലിയ ED റെയ്ഡുകളാവാം, അവരുടെ മേൽ വരാൻ പോകുന്ന ഇൻകം ടാക്സ് റെയ്ഡുകളാവാം. സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് കൃത്യമായും കണക്ക് തൂക്കം ഒപ്പിച്ചല്ല കാര്യങ്ങൾ നടക്കുന്നത് നമുക്കറിയാം. എവിടെ വേണമെങ്കിലും ഒരു പഴുത്, ഒരു കുത്ത്, ഒരു കോമ, ഒരു ഡിഗ്രി, ഒരു നമ്പർ മാറിപ്പോകാനുള്ള സാധ്യത എല്ലാ റിപ്പോർട്ടുകളിലുമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കറൻസികൾ അടക്കം പല കേസുകളിലും പെടാം. ഇവർക്ക് യാത്രാ വിലക്കുകൾ വരെ ഒരുപക്ഷെ വന്നേക്കാം. ഇവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ ഭയം വന്നേക്കാം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇത് ഈ സിനിമയുടെ കുടുംബം, എമ്പുരാൻ സിനിമയുടെ കുടുംബത്തിന് വന്നിരിക്കുന്ന ദുർഗതിയിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും ലജ്ജിച്ചു തലതാഴ്ത്തണം എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇതൊരു നവഫാസിസത്തിന്റെ ഇന്ത്യൻ പതിപ്പ് എന്ന മട്ടിൽ തന്നെയാണ് നമ്മൾ അതിനെ കാണേണ്ടത്. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളെ നമ്മൾ തള്ളിക്കളയുകയാണ് വേണ്ടത്. ബിൽക്കിസ് ബാനുവും കൗസർ ബാനുവും നമ്മളുടെ മുന്നിൽ ജീവിക്കുന്ന, അഥവാ നമ്മളുടെ മുന്നിലുള്ള രക്തസാക്ഷികളാണ്. ഒന്ന് ജീവിക്കുന്ന രക്തസാക്ഷി, മറ്റൊന്ന് മരിച്ചുപോയ രക്തസാക്ഷി. ആ ചരിത്രത്തെ നിങ്ങൾക്ക് എത്രമാത്രം വളച്ചൊടിച്ചാലും നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല. ഗാന്ധിവധത്തെക്കുറിച്ച് ഇനി പഠിപ്പിക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുകയാണ് ചില ആളുകൾ. കാരണം എന്താ? സ്വാതന്ത്ര്യ സമരത്തിൽ അധ്യായങ്ങൾ വെട്ടിമാറ്റുകയാണ് ചിലർ. ഒരു കൊമേഡിയന്റെ കുനാൽ ഖംഡ്ര എന്ന് പറയുന്ന ഒരു കൊമേഡിയന്റെ സ്റ്റാൻഡപ്പ് കോമഡി കണ്ടാൽ ഭയക്കുന്നവർ, പ്രതാപ് ഗഡി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന്റെ കവിത കണ്ടാൽ ഭയക്കുന്നവർ, എന്തിനേറെ എമ്പുരാൻ എന്ന സിനിമയുടെ സംവിധായകന്റെ ഭാര്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കണ്ടാൽ ഹാലിളകുന്നവർ, ഭയക്കുന്നവർ, അവരെക്കുറിച്ച് ലജ്ജയാണ് നമുക്ക് തോന്നുന്നത്. അവരെക്കുറിച്ച് എന്താ നമുക്ക് തോന്നുക? കഷ്ടമാണ്, പേടിക്കല്ലേ എന്നേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ഭീഷണി ഫലിച്ചു എന്ന ചോദ്യത്തിന് എന്റെ ഉത്തരം, ഭീഷണി ഫലിച്ചു. ആ ഭീഷണി ഫലിക്കുന്നത് ഒരു വലിയ ഭയപ്പാടുണ്ടാക്കുകയും ചെയ്യും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.